കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തെറ്റുതിരുത്താൻ 2 അവസരം നൽകിയിട്ടും സർക്കാരിന് നിഷേധാത്മക സമീപനമെന്ന് വിമർശനം. കേസിൽ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യമുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കോടതി നടപടികളെ വ്യവസായ വകുപ്പ് ലാഘവത്തോടെ കാണുന്നു. സർക്കാർ നടപടികളിൽ കോടതിയലക്ഷ്യമുണ്ടെന്നും കോടതി പറഞ്ഞു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് കോടതിയുടെ നിരീക്ഷണ വിഷയത്തിൽ? നേരത്തെ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രത്യേകിച്ച് നിലവാരമില്ലാത്ത തോട്ടണ്ടി വിപണി വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തു എന്നൊരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഒന്ന് INTUC നേതാവ് R ചന്ദ്രശേഖരനാണ്. കോർപ്പറേഷന്റെ മുൻ ചെയർമാനാണ്. INTUCയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. രണ്ടാമതൊന്ന് KA രതീഷ് എന്ന് പറയുന്ന മുൻ MD. ഈ രണ്ടുപേർക്കുമെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. പക്ഷെ അന്വേഷണം നടക്കുമ്പോൾ പോലും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ്. വിവിധ കോടതികൾ, ഹൈക്കോടതി ആവട്ടെ സുപ്രീം കോടതി ആവട്ടെ, നേരത്തെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യം സർക്കാരിലേക്ക് നിർദ്ദേശിച്ചതാണ്. പക്ഷെ ഇപ്പോഴും സർക്കാർ ആദ്യം 2 തവണ ഓർഡർ ഇറക്കി. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടപ്പോഴാണ് വീണ്ടും ഒരു ഫ്രഷ് സാങ്ഷൻ സംബന്ധിച്ച് ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകുന്നത് സംബന്ധിച്ചൊരു ഉത്തരവിറക്കാൻ വ്യവസായ വകുപ്പിനോട് നിർദ്ദേശിച്ചത്. പക്ഷേ അത്തരം നടപടികൾ ഒന്നും പാലിക്കാതെ മൂന്നാമതും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് പുതിയ ഒരു മൂന്നാമത്തെ അനുമതി നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഉത്തരവ് കൂടി ഇറക്കിയിരിക്കുന്നു. അപ്പോഴാണ് ഇന്ന് ഈ കേസ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ വന്നപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. തെറ്റ് തിരുത്താൻ 2 അവസരം നൽകിയിട്ടും സർക്കാർ പഴയ നിലപാടാണ്. ആ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കാനെന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത്. ധന്യ. ശരി മുസ്തഫ.